നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൻ്റെ രണ്ടാം ഘട്ട ഷെഡ്യൂൾ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിലെ ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. CSK RCB മത്സരം ഇത്തവണ ഒറ്റ മത്സരമേ ഉള്ളൂ, ഒറ്റ തവണയേ ഉള്ളൂ. അത് ഈ ഏപ്രിൽ 5 ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം. 2 മത്സരങ്ങളുണ്ട്. ഏപ്രിൽ 23 വാങ്കഡയിൽ ആദ്യ മത്സരം, മെയ് 2 ചെപ്പോക്കിൽ രണ്ടാമത്തെ മത്സരം. CSKയുടെ ഷെഡ്യൂളുകൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 30 രാജസ്ഥാൻ റോയൽസിനായിട്ട് കളിക്കും, ഓൾറെഡി ഉള്ള ഷെഡ്യൂളാണ്. പിന്നെ ഏപ്രിൽ 3 PBKസിനെതിരെ കളിക്കും, ഏപ്രിൽ 5 RCBക്കെതിരെ കളിക്കും, ഏപ്രിൽ 11 DC-ക്കെതിരെ കളിക്കും. നേരത്തെയുള്ള ഷെഡ്യൂളാണ്. ബാക്കി പുതിയ ഷെഡ്യൂള് ഏപ്രിൽ 14 KKRനെതിരെ, ഏപ്രിൽ 18 SRHനെതിരെ, ഏപ്രിൽ 23 MIക്കെതിരെ, ഏപ്രിൽ 26 GTക്കെതിരെ, മെയ് 2 MIക്കെതിരെ, മെയ് 5 DC-ക്കെതിരെ, മെയ് 10 LSGക്കെതിരെ, മെയ് 15 LSGക്കെതിരെ, മെയ് 18 SRHനെതിരെ, മെയ് 21 GTക്കെതിരെ. ഇതിൽ RCBയുടെ മത്സരങ്ങളിൽ 2 ഹോം മത്സരങ്ങൾ റായ്പൂരിലാണ് നടക്കുന്നത്. മെയ് 10 RCB വേഴ്സസ് MI മത്സരവും മെയ് 13 RCB വേഴ്സസ് KKR മത്സരവും. ഈ 2 മത്സരങ്ങൾ റായ്പൂരിലായിരിക്കും നടക്കുക. അതേസമയം പഞ്ചാബ് കിങ്സിന് ധരംശാലയിൽ 3 ഹോം മത്സരങ്ങളുണ്ട്. മെയ് 11 DC-ക്കെതിരെയും, മെയ് 14 MIക്കെതിരെയും, മെയ് 17 RCBക്കെതിരെയുമാണ് ആ മത്സരങ്ങളുള്ളത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, CSKയുടെ അവസാനത്തെ 4 മത്സരങ്ങളുണ്ടല്ലോ, അതിൽ 3 ഹോം മത്സരങ്ങളാണ് ചെപ്പോക്കിൽ. അതായത് മെയ് 10 LSGക്കെതിരെ, മെയ് 18 SRHനെതിരെ, മെയ് 21 GTക്കെതിരെ. അത് തീർച്ചയായിട്ടും CSKക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. അവസാന മത്സരങ്ങൾ സ്വന്തം മൈതാനത്ത് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാകും. ഇനി MI വേഴ്സസ് RCB മത്സരങ്ങൾ 2 മത്സരങ്ങളുണ്ട്. 2ഉം സൺഡേയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 7:30 ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടങ്ങളായിരിക്കും. ഏപ്രിൽ 12 മുംബൈയിലും മെയ് 10 റായ്പൂരിലുമാണ് ആ കളികൾ. ഇനി ഡേ ഗെയിംസ്, അതായത് വൈകിട്ടുള്ള മത്സരങ്ങളുണ്ടല്ലോ, ഡബിൾ ഹെഡർ ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. DC വേഴ്സസ് MI, SRH വേഴ്സസ് LSG, PBK വേഴ്സസ് SRH, LSG വേഴ്സസ് GT, RCB വേഴ്സസ് DC, KKR വേഴ്സസ് RR, DC വേഴ്സസ് PBKS, GT വേഴ്സസ് CSK, SRH വേഴ്സസ് KKR, CSK വേഴ്സസ് LSG, PBKS വേഴ്സസ് RCB, MI വേഴ്സസ് RR മത്സരങ്ങൾ ഡേ ഗെയിംസ് ആണ്. അപ്പോൾ അതായത് ഡ്യൂ ബാധിക്കാതെ ആ മത്സരങ്ങൾ നടക്കും എന്ന കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ ഒഫീഷ്യലി ഈ ഒരു ഷെഡ്യൂള് പ്രഖ്യാപിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് IPLൻ്റെ ഗവേണിംഗ് ബോഡി പറയുന്നൊരു കാര്യമുണ്ട്. സീസണിലെ ബാക്കി മത്സരങ്ങൾ, ലീഗ് ഘട്ടത്തിലെ ബാക്കി മത്സരങ്ങൾ 50 മത്സരങ്ങൾ, അത് ഏപ്രിൽ 13 മുതൽ മെയ് 24 വരെ നടക്കുമെന്നാണ്. 12 വെന്യൂസിൽ കളി നടക്കുന്നുണ്ട്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ബംഗളൂരു, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ലക്നൗ, ജയ്പൂർ, ധരംശാല, റായ്പൂർ, ന്യൂ ചണ്ഡീഗഡ്. 12 വെന്യൂകളിലായിട്ടാണ് മത്സരം നടക്കുക. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് മത്സരങ്ങൾ പോകുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏപ്രിൽ 12 വരെയുള്ള ഷെഡ്യൂൾ നേരത്തെ വന്നതാണ്. ഏപ്രിൽ 13 മുതൽ മെയ് 24 വരെയാണ് ലീഗ് ഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഉണ്ടാവും. അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഷെഡ്യൂളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. ഏതായാലും ഏപ്രിൽ 13 രണ്ടാം ഘട്ട മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഹൈദരാബാദിൽ ഏറ്റുമുട്ടിക്കൊണ്ടാണ് ആ മത്സരങ്ങൾ സംഭവിക്കുന്നത്. ഏതായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ ഇതാ രണ്ടാം ഘട്ട ഷെഡ്യൂള് പുറത്തുവിട്ടിരിക്കുന്നു. ക്രിക്കറ്റ് പ്രേമികളൊക്കെ വലിയ ആവേശത്തിലാണ്. എന്നാൽ നമ്മൾ ഇനിയിപ്പം CSKയുടെ ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരാധകർ അതുപോലെ തന്നെ ഉറ്റുനോക്കുന്ന ടീമായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നിലവിലെ ചാമ്പ്യന്മാരാണല്ലോ. അപ്പോൾ അവരുടെ ഷെഡ്യൂൾ നോക്കിയാൽ മാർച്ച് 28 SRHുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഏപ്രിൽ 5 ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ബംഗളൂരിൽ കളി, ഏപ്രിൽ 10 രാജസ്ഥാൻ റോയൽസുമായിട്ട് കളി, ഏപ്രിൽ 12 മത്സരത്തിൽ അവർ മുംബൈ ഇന്ത്യൻസുമായിട്ട് കളിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ 15 ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് കളിക്കും. ഈ കളികളൊക്കെ രാത്രി 7:30 അതിനുശേഷം ഏപ്രിൽ 18 ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് വൈകിട്ട് 3:30 കളി. ശേഷം ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് ഏപ്രിൽ 24 7:30 കളി. പിന്നെ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് അവർക്ക് ഏപ്രിൽ 27 കളി, ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഏപ്രിൽ 30 കളി, ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മെയ് 7 കളി, മുംബൈ ഇന്ത്യൻസിനെതിരെ മെയ് 10 കളി,
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മെയ് 13 കളി. ഇതൊക്കെ 7:30 കളികളാണ്. വീണ്ടും 3:30 കളി വരുന്നത് പഞ്ചാബ് കിങ്സുമായിട്ട് മെയ് 17 കളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലീഗ് ഘട്ടത്തിൽ അവസാന മത്സരം വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് മെയ് 22 അതാണ് RCBയുടെ ഒരു ഷെഡ്യൂൾ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഷെഡ്യൂളും ആരാധകർ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കുന്നതാണ്. അപ്പോൾ അതിൽ മുംബൈയുടെ മത്സരങ്ങൾ നമുക്കറിയാം. മാർച്ച് 29 KKRുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 4 3:30 മത്സരം ഡൽഹി ക്യാപിറ്റൽസുമായിട്ട്. വീണ്ടും 7:30 കളികളാണ് പിന്നെ വരുന്നത്. രാജസ്ഥാൻ റോയൽസുമായിട്ട് ഏപ്രിൽ 7 ഏപ്രിൽ 12 RCBക്കെതിരെയും ഏപ്രിൽ 16 പഞ്ചാബ് കിങ്സിനെതിരെയും ഏപ്രിൽ 20 ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും ഏപ്രിൽ 23 CSKക്കെതിരെയും ഏപ്രിൽ 29 സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും പിന്നെ മെയ് 2 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും മെയ് 4 ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയും മെയ് 10 RCBക്കെതിരെയും അതുപോലെ തന്നെ മെയ് 14 PBKസിനെതിരെയും മെയ് 20 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും അവർ രാത്രി 7:30 മത്സരങ്ങളാണ് കളിക്കുക. പിന്നെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം മെയ് 24 രാജസ്ഥാൻ റോയൽസുമായിട്ട് വൈകിട്ട് 3:30 മുംബൈയിൽ കളിക്കും. അപ്പോൾ ഇതാണ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ. ഏതായാലും വളരെ ആവേശത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്ന IPL ഇതാ നമ്മുടെ തൊട്ടരികിലെത്തിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.